നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ പാചകവാതകം തീരാതിരിക്കുക എന്നത് ഏതു വീട്ടുകാരുടെയും ആഗ്രഹമാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ള പരാതികൾ ഉയരുന്നൊരു ഘട്ടം കൂടിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഗ്യാസ് സിലിണ്ടർ ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ പഴയ രീതികളിലേക്ക്, വിറകടുപ്പിലേക്ക് മാറേണ്ടി വരും. അല്ലെങ്കിൽ പിന്നീട് ഇലക്ട്രിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പാചകം അതിനെ ആശ്രയിക്കേണ്ടി വരും. അപ്പോഴും ഒരുപാട് വൈദ്യുതി ചാർജ് ആകുമെന്നുള്ള ആശങ്ക പലർക്കുമുണ്ട്. ഏതായാലും ഈ ഒരു ആശങ്ക പലരും ഗ്യാസ് സിലിണ്ടർ വാഹനം കടന്നു വരാനായിട്ട് കാത്തിരിക്കുകയാണ് വഴിയോരങ്ങളിലൊക്കെ തന്നെ. ഈ ഒരു സാഹചര്യത്തിൽ ആലപ്പുഴ നഗരത്തിൽ ആറാട്ടുവഴി സിക്ക് ജംഗ്ഷന് സമീപം കാർത്തികയിൽ 15 വർഷമായി ഗ്യാസ് സ്റ്റൗ എരിയുന്നത് നയാ പൈസ ചിലവില്ലാതെയാണ്. എല്ലാവർക്കും അത്ഭുതം തോന്നും, എങ്ങനെയാണ് നയാ പൈസ ചിലവില്ലാതെ 15 വർഷത്തോളമായി ആ വീട്ടുകാർ ഗ്യാസ് ഉപയോഗിക്കുന്നത്? പ്രകൃതി സ്വമേധയാ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്യാസ് സപ്ലൈ ഇതുവരെ തടസ്സപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആ വീട്ടുകാർക്ക് ഏറെ ഗുണകരം. യുദ്ധാനന്തര പ്രതിസന്ധിയിൽ പാചകവാതകം കിട്ടാതെ ജനം നെട്ടോട്ടം ഓടുമ്പോൾ ഈ വീട്ടിലെ അടുക്കളയിലെ ഗ്യാസ് അടുപ്പുകൾ അല്ലലില്ലാതെ കത്തിക്കൊണ്ടിരിക്കുന്നു. രമേശൻ രത്നമ്മ ദമ്പതികളുടെ വീട്ടിലാണ് 2011 മുതൽ സ്വയം പര്യാപ്തമായ പ്രകൃതിവാതക സമൃദ്ധി ഉള്ളത്. പുതിയ വീട് പണിത ശേഷം നവംബർ 7-ന് കുഴൽക്കിണർ കുഴിച്ചപ്പോഴായിരുന്നു ഈ ഒരു അത്ഭുതം അവരുടെ ഭൂമിക്കടിയിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതും ആ വീട്ടുകാരും അറിയുന്നത്. വീട്ടിൽ 5 മീറ്റർ ആഴത്തിൽ ഒരു കുഴൽ കിണർ ഉണ്ടായിരുന്നുവെങ്കിലും വരുന്നത് കലക്കവെള്ളമായിരുന്നു. അതിനാലാണ് 20 മീറ്റർ ആഴത്തിൽ പുതിയതൊന്ന് കുഴിച്ചത്. എന്നാൽ കുഴിയിൽ നിന്ന് പ്രകൃതിവാതകമാണ് പുറത്തേക്ക് വന്നത്. പൈപ്പ് ഊരിയെടുത്ത ശേഷം വെൽഡ് ചെയ്യാൻ തീ കത്തിച്ചപ്പോൾ പെട്ടെന്ന് തീ പടർന്നു. ഒരാഴ്ചയോളം ആ തീ അണഞ്ഞില്ല. ഭൂജല വകുപ്പിൽ നിന്നും എണ്ണ കമ്പനികളിൽ നിന്നും എല്ലാം വിദഗ്ധരെത്തി ഇത് പ്രകൃതിവാതകമാണെന്നും പാചകത്തിന് ഉപയോഗിക്കാമെന്നും അറിയിച്ചു. അങ്ങനെ കുഴൽ വഴി വാതകം അടുക്കളയിലേക്ക് എത്തി തുടങ്ങി. കുഴിക്ക് സമീപം പുതിയൊരു അടുക്കള കെട്ടി കുഴിയുടെ മുകൾ ഭാഗം കോൺക്രീറ്റ് ചെയ്തു. വാതകത്തിന്റെ വരവ് നിയന്ത്രിക്കാൻ പൈപ്പിൽ റെഗുലേറ്ററും വെച്ചു. അതിനാൽ തന്നെ പിന്നീട് അങ്ങോട്ടുള്ള ഈ വർഷക്കാലം മുഴുവൻ അതിൽ നിന്ന് കൃത്യമായി ആവശ്യത്തിനുള്ള പാചകം ചെയ്യാനുള്ള ഗ്യാസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ആ വീട്ടുകാർക്ക്. അതിശക്തമായ മഴക്കാലത്ത് പ്രകൃതിവാതകത്തിന്റെ അളവ് നേരിയ തോതിൽ കുറയും. അപ്പോഴത്തേക്കായി ഒരു LPG സിലിണ്ടർ കരുതി വയ്ക്കുമെന്നാണ് ആ വീട്ടമ്മ പറഞ്ഞിരിക്കുന്നത്. 1 വർഷം മുമ്പ് എടുത്ത സിലിണ്ടർ അനങ്ങാതെ വീട്ടിലിരിപ്പുണ്ട്. പൂന്തോപ്പുപാട് ശരണ്യയിൽ ബാലചന്ദ്രന്റെ വീട്ടിലും ആറാട്ടുവഴിയിലെ N ഷാജിയുടെ വീട്ടിലും ഇതേ രീതിയിൽ പ്രകൃതിവാതകം ലഭിച്ചിരുന്നു. ഇവിടെയെല്ലാം ഇടയ്ക്കിടെ മാത്രമാണ് വാതക ലഭ്യത. ഭൂമിക്കടിയിലെ പാറക്കെട്ടുകൾക്കിടയിൽ ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി രൂപപ്പെടുന്ന ഒരു ഫോസിൽ ഇന്ധനമാണ് ഈ പ്രകൃതിവാതകം. ഇത് പ്രധാനമായും മീഥേൻ അടങ്ങിയതും കൽക്കരി പാടങ്ങൾ, എണ്ണപ്പാടങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഭൂഗർഭ രൂപീകരണങ്ങളിൽ കാണപ്പെടുന്നതുമാണ്. ഇവ ചൂടും മർദ്ദവും മൂലം പ്രകൃതിയിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്നു. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ടാണ് ഭൂമിക്കടിയിലുള്ള സസ്യങ്ങളുടെയും ജീവികളുടെയും അവശിഷ്ടങ്ങൾ കടുത്ത താപനിലയിലും മർദ്ദത്തിലും അമർന്നുണ്ടാകുന്നതാണ് പ്രകൃതിവാതകം. പ്രധാനമായും മീഥേൻ 95% വരെയാണ് അടങ്ങിയിരിക്കുന്നത്. കൂടാതെ ചെറിയ അളവിൽ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ എന്നിവയും ഈ പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്നു. ഭൂമിക്കടിയിലെ പാറക്കെട്ടുകളിൽ പ്രത്യേകിച്ച് എണ്ണപ്പാടങ്ങൾക്ക് മുകളിലായി ഇത് രൂപപ്പെടുന്നു. ഇന്ധനമായും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും രാസവസ്തുക്കളുടെ നിർമ്മാണത്തിലെല്ലാം തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഭൂമിക്കടിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന വാതകത്തെ ശുദ്ധീകരിച്ച് പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നിവ വേർതിരിച്ചാണ് പാചകവാതകമായി, അതായത് നമ്മൾ LPG ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ ആ വീട്ടുകാർ മാത്രമാണ് ആശങ്കയില്ലാതെ കഴിയുന്നത്. അവരെ സംബന്ധിച്ച് 15 വർഷത്തോളമായിട്ട് പല രീതി ഗ്യാസ് സിലിണ്ടർ വില കൂടുമ്പോഴൊക്കെ തന്നെ ഈ വീട്ടുകാർക്ക് അതൊരു ആശങ്കയില്ലായിരുന്നു. കാരണം പ്രകൃതി കനിഞ്ഞ പ്രകൃതിവാതകം അവരുടെ അടുക്കളയിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് 15 വർഷത്തോളമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഗ്യാസ് സിലിണ്ടർ പ്രതിസന്ധി വന്ന ഘട്ടത്തിലാണ് ഇത് വീണ്ടും വാർത്തയാകുന്നത്. തീർച്ചയായിട്ടും ആ വീട്ടുകാർ ആശങ്കയില്ലാതെയാണ് കഴിയുന്നത്. അതേസമയം
അതേസമയം തന്നെ ഇറാൻ യുദ്ധത്തെ തുടർന്നുള്ള പാചകവാതക പ്രതിസന്ധി മൂലം സംസ്ഥാനത്തെ ഹോട്ടലുകൾ പകുതിയോളം പൂട്ടി എന്നുള്ള കണക്കുകളും പുറത്തു വരുന്നുണ്ട്. വീടുകളിലും ഗ്യാസ് സിലിണ്ടർ കിട്ടാക്കനിയാകുമോ എന്ന ആശങ്ക വർദ്ധിക്കുകയാണ്. വിറകടുപ്പുകളും മണ്ണെണ്ണ സ്റ്റൗവും ഒന്നും അത്ര പ്രായോഗികമല്ലാതായതോടെ പാചകത്തിനായി ഗ്യാസിനെ ആശ്രയിക്കാതിരിക്കാനും വയ്യാത്ത അവസ്ഥ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗ്യാസ് പരമാവധി പാഴായി പോകാതെ ശ്രദ്ധിച്ച് പാചകം ചെയ്യുക എന്നത് മാത്രമാണ് ഏക പോംവഴി. ഇറാൻ പ്രത്യേക അനുമതി നൽകിയതിനെ തുടർന്ന് ഹോർമുസ് കടലിടുക്ക് കടന്നു വന്ന LPG ടാങ്കർ ഷിവാലിക് ഗുജറാത്തിലെ മുദ്ര തുറമുഖത്ത് എത്തിച്ചേർന്നു. 40,000 മുതൽ 46,000 മെട്രിക് ടൺ ഗ്യാസാണ് ഷിവാലിക്കിൽ ഉള്ളത്. ഇന്ത്യയുടെ LPG ഗ്യാസ് പ്രതിസന്ധിക്ക് ആശ്വാസമേകാൻ ഷിവാലിക്കിന് സാധിക്കും. ഇന്ത്യൻ നാവികസേനയുടെ സുരക്ഷാ അകമ്പടിയോടെയാണ് ഷിവാലിക് എന്ന ഗ്യാസ് നിറച്ച ടാങ്കർ മുദ്ര തുറമുഖത്ത് എത്തിയത്. ഖത്തറിലെ റാസ് ലഫാനിൽ നിന്നും മാർച്ച് 7 യാത്ര തിരിച്ച ഷിവാലിക്കിനെ യുദ്ധ സാഹചര്യമായിട്ട് കൂടി ഇറാന്റെ ഹോർമുസ് കടലിടുക്കിലൂടെ മാർച്ച് 13 മുറിച്ചു കടക്കാൻ സാധിച്ചു. ഇന്ത്യൻ സർക്കാർ ഇറാനുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് ഒരൊറ്റ രൂപ ഫീസ് വാങ്ങാതെ ഇറാൻ ഷിവാലിക്കിനെ പോകാൻ അനുവദിച്ചത്. മാർച്ച് 17 മുദ്ര തീരത്ത് എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും മാർച്ച് 16 തന്നെ മുദ്ര തീരത്ത് ഷിവാലിക്കിനെ നങ്കൂരമിടാൻ സാധിച്ചു. ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക സംരക്ഷണയിലാണ് ഷിവാലിക് ഹോർമുസിൽ നിന്നും ഇന്ത്യയിലെ മുദ്ര തുറമുഖത്തിലേക്ക് യാത്ര തിരിച്ചത്. ഈ യാത്രയ്ക്ക് നമ്മൾ കേന്ദ്ര സർക്കാരിന്റെ ധീരതയ്ക്കും ഇന്ത്യൻ നാവികസേനയുടെ മിടുക്കിനും കൈയടിക്കണം. കാരണം ഏത് നിമിഷവും ഒരു എണ്ണ ടാങ്കറിനെ ആരും ആക്രമിച്ചേക്കാം എന്ന അന്തരീക്ഷത്തിലാണ് ഇന്ത്യൻ നാവികസേനയുടെ സംരക്ഷണയിൽ എണ്ണ ടാങ്കർ കടലിലൂടെ യാത്ര ചെയ്തത്. ഏതാക്രമണത്തെയും ചെറുക്കാൻ സന്നദ്ധമായാണ് ഇന്ത്യൻ നാവികസേന ഷിവാലിക്കിനൊപ്പം യാത്ര ചെയ്തത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടക്കാൻ ഇറാൻ അധികൃതരുടെ ട്രാൻസിറ്റ് ക്ലിയറൻസ് ലഭിച്ച മറ്റൊരു LPG ടാങ്കറായ നന്ദാദേവി മാർച്ച് 17 കാട്ട്ലയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലും 46,000 മെട്രിക് ടൺ ഗ്യാസ് ഉണ്ട്. ഏതായാലും ഈ കപ്പൽ കൂടി നമ്മുടെ ഇന്ത്യൻ തീരത്ത് എത്തുമ്പോൾ ഗ്യാസ് പ്രതിസന്ധി ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ.